പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കാൻ ആഗ്രയിൽ എയർഷിപ്പ് പരീക്ഷണം. ദൌത്യം വിജയകരമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയെ തുടർ നീക്കങ്ങളിൽ നിന്ന് അനുനയിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ സൗഹൃദ രാജ്യങ്ങളോട് അപേക്ഷിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആദിൽ പാലോട്ട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ എന്തായാലും നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇന്ത്യ. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നത്. ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കാൻ ആഗ്രയിൽ എയർഷിപ്പ് പരീക്ഷണം, അല്ലേ? ഉറപ്പായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പുകൾ പല വിധത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കാനുള്ള എയർഷിപ്പ് പരീക്ഷണമാണ് ആഗ്രയിൽ നടക്കുന്നത്. പാകിസ്ഥാന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഗംഗ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങളുടെ സൈനികാഭ്യാസം ഉണ്ടായിരുന്നു. ആ വിധത്തിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് ഒരു യുദ്ധം വന്നാൽ നമുക്ക് ഏത് വിധേനയും പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനാകും എന്നത് ലോകത്തിന് മുന്നിൽ തന്നെ വിളിച്ചു പറയുന്നതാണ് ഇന്ത്യയുടെ സൈനികാഭ്യാസങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇത് പാകിസ്ഥാനും മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്കോ ഒരു തിരിച്ചടിയിലേക്കോ ഇന്ത്യ പോയാൽ അത് നഷ്ടമുണ്ടാക്കുക പാകിസ്ഥാനാണ് എന്ന് പാകിസ്ഥാന് തന്നെ അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളോട്, ഇന്ത്യയുമായി സംസാരിക്കാൻ കഴിയുന്ന രാജ്യങ്ങളോട് ഇന്ത്യയെ അനുനയിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന പാകിസ്ഥാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കൊപ്പമാണ്. ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത് എന്നതാണ് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിവ് നിരത്തി ഇന്ത്യ അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ്റെ പലരോടുള്ള ആവശ്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ അനുനയിപ്പിക്കുകയും ഒരു തിരിച്ചടിയിൽ നിന്ന് ഒഴിവാകാൻ അതിനുള്ള സാധ്യതകൾ ഒരുക്കണം എന്നുള്ളതുമാണ് സൗഹൃദ രാജ്യങ്ങളോട് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ശ്രുതി. യെസ്, അതിൽ അതുപോലെ തന്നെ ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ അത് എത്രത്തോളം എത്തി? അതിൽ മാത്രമല്ല, ഈ പ്രാദേശിക സഹായം ലഭിച്ചു എന്നൊക്കെ എനിക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ടല്ലേ? ഉറപ്പായും അങ്ങനെ ഒരു സൂചനയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, പഹൽഗാമിൽ കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരി, അദ്ദേഹം ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് 15 ദിവസം മുൻപ് വരെ തുടർച്ചയായി കട തുറന്ന് പ്രവർത്തിപ്പിച്ചിരുന്നു. വ്യാപാര സ്ഥാപനം തുറന്നിരുന്നു. എന്നാൽ പിന്നീട് കട തുറന്നില്ല. ഭീകരാക്രമണം ഉണ്ടാകുന്ന ദിവസവും കട തുറക്കാത്തതിൽ അസ്വാഭാവികതയും ദുരൂഹതയും ഉണ്ടാകാം എന്നുള്ളതാണ് NIA-യുടെ സംശയം. ഇത് കണക്കിലെടുത്ത് പ്രദേശവാസികളായ വ്യാപാരികളുടെ ആകെ ലിസ്റ്റ് എടുക്കുകയും ഒപ്പം അന്ന് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്ന ദിവസം കട തുറക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നതിൻ്റെ ലിസ്റ്റ് എടുത്തു. പ്രത്യേകിച്ച് ഈ വ്യാപാരിയെ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, 3000-ഓളം ആളുകളെ ഇതിനോടകം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 250-ഓളം പേർ പല ഇടങ്ങളിലായി പോലീസിൻ്റെ, ജമ്മു കാശ്മീർ പോലീസിൻ്റെ, NIA-യുടെ ഒക്കെ കസ്റ്റഡിയിലും ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിനൊപ്പമാണ് അനന്ത്നാഗ് കുൽഗാം വനമേഖലയിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസ്, CRPF, കരസേന അടക്കമുള്ള ഇവർ സംയുക്തമായ ഒരു സംഘമായി ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ 13-ാം ദിവസമാണ് ഇന്ന്. പക്ഷേ ഇതുവരെ ഈ ഭീകരരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആശങ്ക നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ജമ്മു കാശ്മീരിലെ പല മേഖലകളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത്. ഏതായാലും ഭീകരരെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ് വനമേഖലയിൽ. ശ്രുതി വെങ്കി. ഓക്കെ, നമ്മൾ ആദിലിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങിയില്ല എന്നുള്ളതാണ് നല്ലൊരു വാർത്ത. അതിന് എന്തായാലും ആശംസിക്കുന്നു. അതിലിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അതിലെ കശ്മീരിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ശ്രീനഗറിൻ്റെ ഒരു ഭാഗത്താണ്. ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ വിധത്തിലുള്ള തണുപ്പുണ്ട്. ഏതായാലും വെരി വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് വാർത്തകൾ നിറഞ്ഞൊരു പ്രഭാതവും പകലുമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 10 ദിവസങ്ങളായി തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ കശ്മീരിലെത്തിയപ്പോൾ ഓരോ ദിവസവും വാർത്തയാണ്. എന്തെങ്കിലും NIA-യുടെ അന്വേഷണ സംഘത്തിൻ്റെ അപ്ഡേറ്റ് ഒരു പക്ഷേ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പ്രകോപനം ഇന്ത്യൻ പോസ്റ്റുകളിലേക്കുണ്ട്. ആ കാര്യവും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ നിറഞ്ഞ ഒരു പകലാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണെന്ന്. ശരി, അപ്പോൾ എന്തായാലും ക്ലൈമറ്റ് ഒക്കെ കുറച്ച് സൂക്ഷിക്കുക. നമുക്ക് അസുഖമൊന്നും പിടിപെടാതിരിക്കട്ടെ. എന്തായാലും ഉഷാറായിട്ടിരിക്കുക അതിൽ. അപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ വീണ്ടും കാണാം.